സിസേറിയൻ കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞാലും അവരുടെ ഒരു കംപ്ലൈൻ്റ് ആണ് നടുവേദന. ഈ നടുവേദനയുടെ കാരണമായിട്ട് അവർ പറയുന്നത് സ്പൈനൽ അനസ്തേഷ്യ അഥവാ നട്ടലിനുള്ള ഇഞ്ചക്ഷൻ എടുത്തത് കാരണമാണ് ഈ നടുവേദന. സ്പൈനൽ അനസ്തേഷ്യ എടുത്തത് കൊണ്ടല്ല സിസേറിയൻ ചെയ്ത സ്ത്രീകൾക്ക് ലോങ് ടേം ആയിട്ടുള്ള നടുവേദന വരുന്നത്. പ്രഗ്നൻസി ടൈമിൽ അബ്ഡോമിനൽ മസിൽസും നമ്മുടെ എല്ലാ ജോയിൻസും ലിഗമെൻസും എല്ലാം ഒന്ന് റിലാക്സ്ഡായി സ്ട്രെച്ച് ചെയ്ത് ഒരു അയഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. അപ്പോൾ അത് കാരണം ഈ പോസ്ചർ, നമ്മുടെ ഈ പോസ്ചറാണ് ബേസിക് ആയിട്ടുള്ളത്. ആ ഒരു പോസ്ചർ ലോർഡോസിസ് കൂടുതലായിട്ട് വരും, നട്ടലിനുള്ള ആ ഒരു സ്ട്രെയിൻ കൂടുതലായിട്ട് വരും. അപ്പോൾ ഈ മസിൽസിനെയൊക്കെ ബാക്ക് ടു നോർമൽ ആക്കാൻ വേണ്ടി മിക്ക ആൾക്കാരും എക്സസൈസോ അങ്ങനെ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. ഇതൊക്കെ കാരണമായിരിക്കാം നടുവേദന വരാനുള്ള റീസൺ. നമ്മുടെ ഈ നട്ടലിനുള്ള മെയിൻ ആയിട്ടുള്ള സപ്പോർട്ട് ബാക്കിലുള്ളയും മുന്നിലുള്ളയും മസിൽസാണ്. അപ്പോൾ ഈ അബ്ഡോമിനൽ മസിൽസ് അത് കട്ട് ചെയ്ത് കീറിയിട്ടാണല്ലോ നമ്മൾ സിസേറിയൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സപ്പോർട്ട് നഷ്ടപ്പെടുമ്പോഴും ആ ഒരു നാഡികൾക്ക് ചെറിയ വലിവോ പുള്ള് വരുമ്പോഴും ഈ നടുവേദന ഉണ്ടാവാം. ഓപ്പറേഷന് ശേഷം അധിക പേരും കൂടുതലായി ബെഡ് റെസ്റ്റ് എടുക്കും. അപ്പോൾ അങ്ങനെയുള്ളവരിൽ തടി കൂടാനുള്ള സാധ്യതയുണ്ട്. എക്സസൈസിൻ്റെ ലിമിറ്റേഷൻ എല്ലാം വരുമ്പോഴേക്കും ആ ഒരു നട്ടലിനുള്ള സ്ട്രെയിൻ കൂടുതലായിട്ട് വരുന്നു. അതും ഒരു കാരണമാവാം. പിന്നെ നമ്മുടെ വൈറ്റമിൻ ഡിയും കാൽഷ്യം സപ്ലിമെന്റേഷനും ഒക്കെ പറയും. അതൊന്നും അങ്ങനെ എടുക്കാത്തവർക്കാണെങ്കിൽ എല്ലിന്റെ ബലക്കുറവും ഓസ്റ്റിയോപോറോസിസ് പോലെയുള്ള വന്ന് അതും ഒരു കാരണമാവാം. ഇതൊക്കെ കാരണമാണ് സിസേറിയൻ ചെയ്ത ആളുകൾക്ക് കൂടുതലായിട്ട് നടുവേദന വരാനുള്ള കാരണം. അപ്പോൾ ഇതിന് ആ ഒരു കറക്റ്റ് ടൈമിൽ അബ്ഡോമിൻ ആ മസിൽസിനൊക്കെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള എക്സസൈസ് ചെയ്യാനും വൈറ്റമിൻ ഡി കാൽഷ്യം പോലുള്ള സപ്ലിമെന്റ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാലും അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മാറാവുന്നതാണ്. അതൊരു മൈൽഡ് ടെമ്പററി പെയിൻ മാത്രമാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഒരിക്കലും കാത്തു നിൽക്കാതെ സ്പൈനൽ അനസ്തേഷ്യ തന്നിട്ടുള്ള ആണെന്ന് വിചാരിച്ച് ചികിത്സ തേടാതെ ഇരിക്കരുത്.